പി.വി. അൻവറിന്റെ കക്കാടംപൊയിലിലെ പാർക്കിൽ എന്തൊക്കെ പ്രവർത്തിപ്പിക്കാനാണ് അനുമതി നൽകിയതെന്ന് കൂടരഞ്ഞി പഞ്ചായത്തിനോട് ഹൈക്കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. നിബന്ധനകൾ കൃത്യമായി പാലിക്കണമെന്നും പഞ്ചായത്തിനോട് കോടതി നിർദ്ദേശിച്ചു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, പാർക്കിന് ലൈസൻസ് ഇല്ല എന്ന വിവരാവകാശ രേഖ വരെ കോടതിയിലെത്തിയ ശേഷമാണ് ഇത്തരത്തിൽ അപേക്ഷയിലെ പിഴവുണ്ടായിരുന്നു, അനുമതി നൽകിയില്ല എന്ന് പറഞ്ഞ പഞ്ചായത്ത് വേഗത്തിൽ ഒരു തിടുക്കത്തിൽ ഒരു അനുമതി നൽകുന്ന നടപടിയിലേക്ക് പോകുന്നത്. അവിടെയും കോടതി ചില കാര്യങ്ങൾ വ്യക്തവരുത്താൻ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതി പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഇന്ന് ഈ കേസ് പരിഗണനയ്ക്ക് എത്തിയപ്പോൾ തന്നെ കൂടരഞ്ഞി പഞ്ചായത്ത് പറഞ്ഞ കാര്യം ഇത് ലൈസൻസ് ഈ പാർക്കിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുടർന്ന് കോടതി ചോദിച്ചത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ലൈസൻസ് നൽകിയത് എന്ന് കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിൽ കൂടരഞ്ഞി പഞ്ചായത്ത് പറഞ്ഞത് അതിലെ ഗാർഡൻ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ലൈസൻസ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊന്നിനും ലൈസൻസ് നൽകിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്ന് കോടതി നിബന്ധനകളോടെ വേണം ഈ ഗാർഡൻ പ്രവർത്തിപ്പിക്കാൻ എന്ന മറുപടിയും നൽകി. പക്ഷേ അതിനുശേഷം ചില കാര്യങ്ങൾ കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. പാർക്കിൽ എന്തൊക്കെ പ്രവർത്തിപ്പിക്കാം ആണ് അനുമതി നൽകിയതെന്ന് സത്യവാങ്മൂലം നൽകണം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് എന്നുകൂടി പറയുന്നുണ്ട് നിലവിലിപ്പോൾ ഹൈക്കോടതി. കൂടരഞ്ഞി പഞ്ചായത്ത് അടുത്തയാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ സത്യവാങ്മൂലം സമർപ്പിക്കണം. അതായത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞത് ഇത്തവണ വരുമ്പോൾ ലൈസൻസ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഗാർഡന് വേണ്ടിയാണ്, കുട്ടികളുടെ പാർക്കിലെ ഗാർഡൻ പ്രവർത്തിപ്പിക്കാൻ മാത്രമുള്ള ലൈസൻസ് ആണെന്നും പറയുന്നു. പക്ഷേ കോടതിക്ക് അറിയേണ്ടത് എന്തൊക്കെയാണ് കൃത്യമായി പ്രവർത്തിപ്പിക്കാൻ നൽകിയത്, എന്തിനുള്ള ലൈസൻസ് ആണ് നൽകിയത്, ഇതൊക്കെ വ്യക്തമാക്കി എഴുതി രേഖാമൂലം സത്യവാങ്മൂലം നൽകാനാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി ശ്രീകാന്ത്, ഏതായാലും പി.വി. അൻവറിന്റെ പാർക്കിന്റെ കാര്യത്തിൽ ഇപ്പോൾ എങ്ങനെ ലൈസൻസ് ലഭിച്ചു, എന്തൊക്കെ കാര്യങ്ങൾക്ക് ലൈസൻസ് നൽകി എന്നത് കൃത്യമായി അറിയിക്കാനാണ് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്തിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.